ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസ് ഓസ്റ്റിനും ഭർത്താവും പ്രതികളായ വിസ തട്ടിപ്പ് കേസിൽ ഭർത്താവ് ജോൺസൺ സേവ്യർ അറസ്റ്റിൽ. യുകെയിലേക്ക് കുടുംബ വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് അരക്കോടിയോളം രൂപ തട്ടി എന്ന കേസിലാണ് വയനാട് മുട്ടിൽ സ്വദേശി ജോൺസൺ അറസ്റ്റിലായത്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇൻഫ്ലുവൻസറെ പരിചയപ്പെട്ടതെന്ന് പരാതിക്കാരി മീഡിയ വണിനോട് പറഞ്ഞു. യുകെയിൽ പോകാൻ കഴിയാതെ വന്നതോടെ പണം തിരികെ ചോദിച്ചെങ്കിലും പണം തരില്ല എന്നായിരുന്നു മറുപടിയെന്നും പരാതിക്കാരി പറയുന്നു. ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ വർക്ക് വിസ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ നല്ലൊരു ഇതാണ്, കാരണം അവിടെ ചെന്നാൽ കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ചെയ്യാം, അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. ഞങ്ങളെ വിശ്വസിപ്പിച്ച് ഞങ്ങളെ കയ്യിൽ നിന്ന് പല തവണകളിലായിട്ടാണ് ഈ പൈസകൾ വാങ്ങിച്ചത്. GSTയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ GST കാണിക്കണം, അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും നമുക്കും കാണിക്കേണ്ടി വരും, അതുകൊണ്ട് കയ്യിൽ തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ പൈസ എല്ലാവരെയും കയ്യിലാണ് വാങ്ങിക്കുന്നത്. എന്നാ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് പറഞ്ഞാണ് ഇവർ നമ്മളെ സമീപിക്കുന്നത്. നിങ്ങൾ ഇത്ര ലക്ഷം രൂപ തന്നാൽ മതി, വേറെ ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അവർ എഡിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവർ. എന്നിട്ട് ഞങ്ങളെ ഭാഗത്തെ ഫോൾട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് വിസ കിട്ടാത്തത് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഒരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി ഈ കടമില്ല എങ്ങനെ വീട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞു അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം, ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൈസ പറഞ്ഞു ഒത്തിരി പൈസ നിങ്ങൾ ആരെയെങ്കിലും മറിച്ച് താ, ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം, അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം 3 ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് 2-3 മാസം കൊണ്ട് ഈ ജോലി ചെയ്ത് കടം വീട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി പൈസ അപ്പോൾ ഞങ്ങളൊരു 6 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ വഴക്കായി സംസാരമായി. അപ്പോൾ പറഞ്ഞ് നീ ഇനി ഏത് പോലീസിലായാലും ശരി ഏത് കോടതിയിൽ പോയാലും നിനക്കൊരു നയാ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും. സ്വാന്തന സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. സ്വാന്തന, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറയുന്നത്? നിലവിൽ ഈ തിരുവനന്തപുരം സ്വദേശി മാത്രമാണോ പരാതിക്കാരിയായി ഉള്ളത്, അല്ല കൂടുതൽ പരാതിക്കാരുണ്ടോ? അമൃത, ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ അന്നയ്ക്കും ഭർത്താവിനുമെതിരെ 4ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കേസാണ് ഈ വിസ തട്ടിപ്പ്. കൽപ്പറ്റ സ്റ്റേഷനിലാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിലാണ് ഈ അന്നയുടെ ഭർത്താവായ ജോൺസൺ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിലെ 1ാം പ്രതിയാണ് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ അന്ന. നിരവധി ഫോളോവേഴ്സ് ഉള്ള അന്ന നിരന്തരമായി തന്നെ തന്റെ അക്കൗണ്ടിലൂടെ ഇത്തരത്തിൽ വർക്ക് വിസ, അതായത് പ്രത്യേകിച്ച് UK പോകാനായി വിസ എടുത്ത് നൽകും, UK പോകുവാനായി റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആളാണ്. അപ്പോൾ താനുമായി ബന്ധപ്പെട്ടാൽ ഇത്തരത്തിൽ UK പോകേണ്ട ആളുകൾക്ക് താൻ വിസ എടുത്ത് നൽകാമെന്ന തരത്തിലുള്ള വീഡിയോ പലതവണ പ്രചരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടതിന്റെ അതിൽ നൽകിയിരുന്ന നമ്പറിലൂടെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരിയായ തിരുവനന്തപുരം സ്വദേശിനി അന്നെ ആദ്യമായി ബന്ധപ്പെടുന്നത്. ആ ബന്ധപ്പെട്ട ശേഷമാണ് ഇവർ പല തവണയായി ഇവരിൽ നിന്ന് പൈസ വാങ്ങുന്നത്. മൊത്തം 44 ലക്ഷം രൂപയാണ് ഇപ്പോൾ നിലവിൽ ഈ പരാതി നൽകിയിരിക്കുന്ന തിരുവനന്തപുരം സ്വദേശിനിയിൽ നിന്നും അന്ന കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഈ 44 ലക്ഷം രൂപ പല തവണയായി പല അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ 9 ലക്ഷം രൂപ കയ്യിലുമാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് നേരിട്ട് ഒറ്റ തവണയായി അല്ല, പല തവണ. ആദ്യം UK പോകാൻ ഫാമിലി എല്ലാവർക്കും, ഈ പരാതിക്കാരിക്കും ഭർത്താവിനും മക്കൾക്കും കൂടി UK പോകാൻ വർക്ക് വിസ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇവർ ബന്ധപ്പെടുന്നത്. പക്ഷെ പിന്നീട് ഇവർക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല, പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി എന്ന് പറയുന്നു. അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് വിടാം, ഒരു 6 ലക്ഷം രൂപ കൂടി നിങ്ങൾ എങ്ങനെയെങ്കിലും തരണം എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ഇവർ 6 ലക്ഷം രൂപ കൂടി ഈ അന്നയ്ക്ക് കൈമാറുകയാണ്. പക്ഷെ അപ്പോഴും പോകാൻ സാധിച്ചില്ല. പിന്നാലെയാണ് ഞങ്ങൾക്ക് ഇനി പോകേണ്ടതില്ല, നിങ്ങൾ നിങ്ങളുടെ പൈസ തിരിച്ച് റീഫണ്ട് ആയി തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇനി ഒരു ചില്ലി കാശ് പോലും കിട്ടില്ല, നിങ്ങളുടെ ചില ഡോക്യുമെന്റുകൾ തെറ്റായിരുന്നു, ഇനി നിങ്ങൾ ഏത് പോലീസിനെയോ ആരെ സമീപിച്ചാലും കോടതിയെ സമീപിച്ചാലും ഒന്നും നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചത്. പിന്നാലെയാണ് ഈ പരാതിക്കാരി ആദ്യം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുന്നത്. പിന്നാലെയാണ് ആ പരാതി കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തത്. ഏതാണ്ട് ഒരു 4 മാസത്തെ അന്വേഷണത്തിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ അന്നയുടെ ഭർത്താവായ ജോൺസനെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 1ാം പ്രതി ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ജോൺസൺ അറസ്റ്റിലായിട്ടുണ്ടല്ലോ സ്വാന്തന, എന്തൊക്കെ വകുപ്പുകൾ ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്? അതുപോലെ അന്നയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? അമൃത, ഈ പറയുന്നത് പോലെ ഈ ഒരു പരാതിക്കാരി മാത്രമല്ല നിലവിൽ ഇത്തരത്തിലൊരു പ്രശ്നം നേരിട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ് ഈ അന്ന. ഈ ഫുഡ് വ്ലോഗുകളാണ് പ്രധാനമായും ഈ ഒരു വ്ലോഗിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കൂടെയാണ് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകൾ, വർക്ക് വിസ എടുത്ത് കൊടുക്കുന്നുണ്ട്, തനിക്ക് അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് തുടങ്ങിയ തരത്തിലുള്ള വീഡിയോകളാണ് ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിരവധി ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാകണം, പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടാകണം, പൈസ നൽകിയിട്ടുണ്ടാകണം.
പക്ഷേ ഈ പരാതിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് അമൃത, ഇവര് ഫേക്ക് ഡോക്യുമെന്റ്സ്, അതായത് നമ്മൾ പോകാനായി ഇവരെ ബന്ധപ്പെടുന്നു, നമ്മൾ പൈസ നൽകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചില ഫേക്ക് ഡോക്യുമെന്റ്സ് ഇവർ തന്നെ ഉണ്ടാക്കി ഈ കൂടെ വെക്കുന്നു. എന്നിട്ട് ഇവർ പറയുന്നു ഇപ്പോൾ പൈസ തട്ടിപ്പാണ് എന്ന് ആളുകൾ അറിയുകയും അത് തിരിച്ചു ചോദിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് താൻ പോലീസിനോട് പറയും. അപ്പോൾ നിങ്ങളും ഇതിൽ പിടിക്കപ്പെടും. അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ നമ്മളും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ, അല്ലെങ്കിൽ പൈസ പോയി ഇനിയിപ്പോൾ മറ്റൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കേസ് കൂടി ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് പല ആളുകളും പറയാതിരിക്കും. അപ്പൊ നിരവധി ആളുകൾ ഇത്തരത്തിൽ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. പല ആളുകളും താൻ ഇങ്ങനെ ഒരു പരാതി പറയുകയാണെങ്കിൽ മുൻപോട്ടേക്ക് വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം സ്വദേശിനിയായ പരാതിക്കാരി തന്നെ രംഗത്തെത്തിയത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ജോൺസനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഒന്നാം പ്രതിയായ അന്നയും അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. നിലവിൽ ഇപ്പോൾ അന്ന മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു തീരുമാനം കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് ഈ കേസിന് മുൻപോട്ടേക്ക് പോകുക എന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി എത്തും എന്ന് തന്നെയാണ് ഈ പരാതിക്കാരിയും പറയുന്നത്.